കിൻഫ്രയുടെ ജലവിതരണ പദ്ധതിയിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കിൻഫ്രയുടെ ജലവിതരണ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത് 2013-ലാണ്. 45 ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള വ്യാവസായിക ജലവിതരണ പദ്ധതിയുടെ ഭാഗമായി 800 mm വ്യാസമുള്ള പൈപ്പിടൽ ആലുവ തോട്ടുമുഖം ഭാഗത്ത് 2022 ഏപ്രിൽ ആരംഭിച്ചെങ്കിലും ഈ പദ്ധതി വന്നാൽ എറണാകുളം ജില്ലയിലെ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്നാരോപിച്ച് പദ്ധതിയുടെ പ്രവർത്തനം ചിലർ തടസ്സപ്പെടുത്തുകയായിരുന്നു. ഈ പ്രതിഷേധങ്ങൾ തെറ്റിദ്ധാരണയുടെ പേരിലാണെന്ന് കിൻഫ്ര MD സന്തോഷ് കോശി തോമസ് പറഞ്ഞു. കുടിവെള്ളം എന്ന് പറയുന്നത് എല്ലാരേക്കാളുമോ അല്ലെ എല്ലാരെ പോലെ തന്നെ ഞങ്ങളും അതിൻ്റെ എല്ലാ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. അപ്പം ആ രീതിയിൽ വേണം ഈ പ്രോജക്റ്റിനെ കാണാനും ഈ പറയുന്ന കാര്യങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക്, എറണാകുളം മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കണം. കാരണം ഇത്തരം പ്രോജക്റ്റുകൾ വ്യാവസായിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല ദൈനംദിന ആവശ്യങ്ങൾക്കും കൂടി ഉപയോഗിക്കുന്നതാണ് എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഇത് ഒരു പ്രചരണം കൊടുക്കണമെന്ന് റിക്വസ്റ്റും കൂടി ഞാൻ നടത്തുന്നു. പെരിയാറിന്റെ കരയിൽ തോട്ടുമുഖത്ത് നിന്ന് കാക്കനാട് കിൻഫ്ര പാർക്ക് വരെ 14.5 കിലോമീറ്റർ ദൂരത്തിലാണ് പൈപ്പിടുക. കിൻഫ്രയുടെ വ്യവസായ ജലവിതരണ പദ്ധതിയിൽ നിന്ന് ശുദ്ധജലം നൽകുന്നത് കൂടുതലും ഇൻഫോ പാർക്കിനും എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനുമാണ്. ഇൻഫോ പാർക്കിൽ സ്ഥാപിതമായിരിക്കുന്ന IT കമ്പനികൾ ജലദൗർലഭ്യം മൂലം തങ്ങളുടെ സംരംഭങ്ങൾ അവിടെ നിന്ന് മാറ്റി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ അതുമൂലം സംസ്ഥാനത്തിനുണ്ടായേക്കാവുന്ന നഷ്ടം വളരെ വലുതായിരിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു. റിപ്പോർട്ടർ, കൊച്ചി.